മക്കളെല്ലാം അഭിനയിക്കാൻ വന്നാൽ അവരില്ലായ്മ ചെയ്യാൻ ചിലരൊക്കെ ശ്രമിച്ചു. അവിടെ നിന്നും വീണും കാല് മുറിഞ്ഞും ചോര വന്നുമൊക്കെ ആയാലും അവരൊരു ലക്ഷ്യസ്ഥാനത്തെത്തി. അപ്പം പിന്നെ ഇവർക്ക് എന്താ പറയാനുണ്ടായിരുന്നത്? ഓ, മക്കളൊക്കെ അഭിനയം വരുമ്പോൾ ഇവരുടെ കഥകളെല്ലാം കേൾക്കുന്നു, ഇവർ തീരുമാനിക്കും ഈ ആർക്ക് ഡേറ്റ് കൊടുക്കണമെന്നുള്ളത് എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കുക. നമുക്ക് ഇപ്പോഴെന്താ കാണുന്നത്? ഇപ്പം സൂപ്പർ സ്റ്റാറുകളുടെ കഥ കേൾക്കുന്ന ആരാ? അവരെ കൂടെയുള്ളവരല്ലേ? ഇപ്പം മോഹൻലാലിനെ കാണുമ്പോൾ ആൻ്റണി ഇല്ലായിരിക്കുമോ? മമ്മൂട്ടിയോട് പറയുമ്പോൾ ജോർജ് ഇല്ലാതിരിക്കുന്നു, ആൻ്റോ ജോസഫ് ഇല്ലായിരിക്കുമോ? എല്ലാ കാലത്തും അവർക്ക് അവരുടേതായ ചുറ്റുവട്ടങ്ങളുണ്ട്. ഇതൊരു കോടികൾ ചെലവഴിച്ചിട്ടുള്ള ഫിലിം. ആ സിനിമ വരുമ്പോൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കും. ഒരു ഡയറക്ടർ വന്നു, ഈ ഡയറക്ടർ കൊള്ളാവുന്നവനാണോ, വെറുതെ തല വെച്ച് കൊടുക്കണോ എന്ന് ചോദിക്കും. നല്ല കഥയാണ്, തിരക്കഥയാണ്, ഏത് മണ്ടൻ ഡയറക്ടർ വന്നാൽ, ക്യാമറ എവിടെ വെക്കണമെന്ന് അറിയാത്തൊരുത്തം വന്നാൽ അവന് ഡേറ്റ് കൊടുത്ത് പരാജയപ്പെടണോ? ഇതൊക്കെ സ്വാഭാവികമാണ്. നിലനിൽപ്പ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. വാരി കോരി ആർക്കും ഡേറ്റ് ആരും കൊടുക്കാറില്ല ഇവിടെ.